നമ്മുടെ യഹോവ പറയുന്നൊരു പദമുണ്ട് യോബിനെ കുറിച്ച്. 4 കാര്യങ്ങളാണ് യോബിനെ കുറിച്ച് പറഞ്ഞത്. ഞാൻ വായിക്കാം. 1, നിഷ്കളങ്കൻ. 2, നേരുള്ളവൻ. 3, ദോഷം വിട്ടകലുന്നവൻ. 4, ദൈവഭക്തൻ. ഒരു മനുഷ്യനെ കുറിച്ച് സാക്ഷ്യം പറയാം, പക്ഷെ ഒരു മനുഷ്യനെ കുറിച്ച് ദൈവം ആ സാക്ഷ്യം പറയും. 4 കാര്യങ്ങൾ: ദോഷം വിട്ടകലുന്നവൻ, നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദൈവഭക്തൻ. ഈ 4 കാര്യങ്ങളുള്ള യോബിനെ ദൈവം അനുഗ്രഹിച്ചു. അങ്ങനെ ദോഷം വിട്ടകലുന്നുവെങ്കിൽ നിന്റെ കുടുംബത്തെ ഉയർത്താൻ ദൈവം ശക്തനാണ്. അതെ, അവിടെ എപ്പോഴും പദം പറയുന്നുണ്ട്, ഭൂമിയിൽ ആരുമില്ലല്ലോ എന്ന്. ആ സമയത്ത് യോബിനെ പോലെ നിഷ്കളങ്കൻ ആരും ഉണ്ടായിരുന്നില്ല. അവിടെ പിശാച് പറഞ്ഞ പദമുണ്ട്, അതിനെ സാത്താൻ യഹോവയോട്. 9:10, യോബിന്റെ 1:9. വെറുതെയോ യോബ് ദൈവഭക്തനായിരിക്കുന്നത്? പിശാച് ചോദിക്കുകയാണ്, അവൻ വെറുതെ ആണോ ദൈവഭക്തനായിരിക്കുന്നത്? നീ അവൻ എന്തെല്ലാം കൊടുത്തിരിക്കുന്നത്? അവിടെ പറയുന്നു, നീ അവന് സകലത്തിലും ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? ഇന്ന് പല വിശ്വാസികൾക്കും അറിയത്തില്ല എന്റെ കുടുംബത്തിൽ വേലിയുണ്ടെന്ന്. പിശാച് പറയാണ്, നീ വേലി കെട്ടിയിട്ടുണ്ടെന്ന്. എന്തുകൊണ്ടാണ് പിശാച് അവിടെ ചെന്ന് പറഞ്ഞത്? അവന് തൊടാൻ പറ്റത്തില്ല. കാരണം വചനം പറയുന്നു, അറുപ്പാനും മുടിപ്പാനും മോഷ്ടിക്കാനുമാണ് കള്ളൻ വരുന്നതെന്ന്. പക്ഷെ എന്തുകൊണ്ട് യോബിന്റെ ഭവനത്തിലോട്ട് പിശാചിന് പോകാൻ പറ്റിയില്ല? ദൈവം വേലി കെട്ടി. ദൈവം വേലി കെട്ടിയാൽ ഒരു ശക്തിക്കും നടക്കാൻ പറ്റത്തില്ല.